അപ്പോൾ നമ്മുടെ CUT-PG നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഗ്രൂപ്പിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറെ ആൾക്കാർ ഇനിയും അപ്ലൈ ചെയ്യാൻ പെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് CUT-നെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തൊക്കെയാണ് നമ്മുടെ CUT എന്നുള്ളതും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ വർഷത്തെ CUT-PG ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ്, അതുപോലെ എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ അപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയുന്നുണ്ടാവും. ആദ്യം തന്നെ എല്ലാവരും ഈ സെഷന്റെ അവസാനം വരെ നിൽക്കുക. അവസാനത്തേക്കായിരിക്കും നമ്മൾ Q&A സെഷൻ ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ടാവുക. അപ്പൊ അവസാനത്തെ സെക്ഷനിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ, കുറെ ആൾക്കാർ കുറച്ച് ഡൗട്ട്സുകളൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിരുന്നു. അതൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ക്ലിയർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ സെഷന് മുന്നോട്ട് പോവുക. അപ്പൊ ആദ്യം തന്നെ ഒരു ബ്രീഫ് നമ്മുടെ CUT-PG പറ്റിയിട്ടും CUT-PG 2026 കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബ്രീഫ് തന്നതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവാം. അത് തന്നെ നമ്മൾ CUT-PG എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതൊരു ഒറ്റ സിംഗിൾ വിൻഡോ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ഒരുപാട് യൂണിവേഴ്സിറ്റീസുകളിലേക്കുള്ള, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻസുകൾ വരുന്നത് CUT-PG ത്രൂ തന്നെയാണ്. ഈ വർഷം ഇനിയും ഒരുപാട് യൂണിവേഴ്സിറ്റീസുകൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ NFSU ഒക്കെ സെപ്പറേറ്റ് എൻട്രൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം അത് CUT-യുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസുകൾ പുതുതായിട്ട് ആഡ് ഓൺ ചെയ്തിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ PG കരിയറിൽ അല്ലെങ്കിൽ PG അഡ്മിഷൻ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു എക്സാമിനേഷൻ ആണ് CUT-PG എന്നുള്ളത്. നമുക്കറിയാം, നിങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസിന്റെ നടുവിലാണ് ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PG കരിയറിന് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് ആയിരിക്കും നിങ്ങളുടെ ഇനി PG അഡ്മിഷൻ സമയങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ടിൽ നമുക്ക് 3 months ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരാം. 3 months നിങ്ങൾ ഓരോ മന്തും അല്ലെങ്കിൽ ഓരോ ദിവസവും ഇനി നിങ്ങൾക്ക് ക്രൂഷ്യൽ ആണ്. ആദ്യം തന്നെ നമുക്ക് അതിന്റെ ഒരു ഡേറ്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ നമുക്ക് ഒന്നും കൂടി ബ്രീഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ആപ്ലിക്കേഷൻ പീരീഡ് വരുന്നിരിക്കുന്നത് December 14 മുതൽ January 14 വരെയാണ്. January 14 നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് CUT-PG 2026 എക്സാമിനേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 14 January 26 മുതൽ, കാരണം നിങ്ങൾക്ക് ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ആരും നിൽക്കരുത്. 14 തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഇൻക്ലൂഡിങ് ഫീ പേയ്മെന്റ്സുകൾ. കഴിഞ്ഞ വർഷം വരെ ഫീ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ അല്ലെങ്കിൽ 2 ദിവസം കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല. നമുക്ക് എന്നാണോ ആപ്ലിക്കേഷൻ പ്രോസസ് കഴിയുന്നത് അന്ന് തന്നെ നമ്മുടെ ഫീ പേയ്മെന്റ്സുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ January 14 നമ്മുടെ അവസാന ദിവസം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സ്റ്റിൽ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിന്റെ പ്രോസസ് കാര്യങ്ങളൊക്കെ നാളെ തന്നെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലേക്കായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ കാണുന്ന സമയത്ത് OBC-ക്കാർക്ക് ഉണ്ടാവുന്ന കട്ട് ഓഫ്സുകളും ജനറൽ ആയിരിക്കുന്ന കട്ട് ഓഫ്സുകളും ഡിഫറെന്റ് ആണ്. അപ്പൊ OBC-ക്കാരുടെ കാറ്റഗറിയിൽ വരുന്ന നിങ്ങൾക്ക് കിട്ടുന്ന കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്സുകൾ ജനറൽ കാറ്റഗറിയിലേക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസുകളും ഒന്നുകൂടി ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഏജൻസി വഴിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസുകളും ചെക്ക് ചെയ്തതിനു ശേഷം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ നിങ്ങളുടെ പാരന്റ്സിന്റെ നെയിമിലോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസിലോ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരും. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസുകൾ മാത്രം, ആപ്ലിക്കേഷൻ ഫുൾ അല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ മാത്രം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു കറക്ഷൻ വിൻഡോ ആണ്. അതിൽ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ കീബോർഡിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് ലെറ്റർ കൂടുകയോ കുറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള
ഒരു കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സപ്പോസ് നിങ്ങൾ കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾ നെയിംസിലോ കാര്യങ്ങളോ ചേഞ്ചസ് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും നിങ്ങൾ അണ്ടിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വരെ ഉണ്ടാവുന്ന നെയിംസും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് പിന്നീട് നിങ്ങളുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് എക്സാമിനേഷൻ ഡേറ്റ്സുകൾ. നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ്സുകൾ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം മാർച്ച് 2026 മാത്രമാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷവും നടന്നിരിക്കുന്നത് മാർച്ചിൽ തന്നെയാണ് നമ്മുടെ CUT PG എക്സാംസുകൾ നടന്നിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും നിങ്ങളുടെ അടുത്ത് ഓറിയന്റേഷൻ എടുക്കുന്ന സമയത്തൊക്കെ നമ്മളിത് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ചിലായിരിക്കും ഈ വർഷത്തെ PG എൻട്രൻസ് എന്നുള്ളത്. അത് ഈ വർഷവും കണ്ടിന്യൂ ആണ്. 2026 മാർച്ചിൽ തന്നെയാണ്. യാതൊരു കാരണവശാലും നിങ്ങൾ ഇനി മാർച്ചിൽ നിങ്ങൾ മാറ്റി വെക്കുന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകരുത്. കാരണം മാർച്ച് എന്നുണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാർച്ചിൽ തന്നെയായിരിക്കും എൻട്രൻസ് എക്സാമിനേഷൻ. അതിൽ യാതൊരു ചേഞ്ചും തന്നെ ഉണ്ടാവില്ല. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസുകൾ പോസ്റ്റ്പോണ്ട് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. CUT എക്സാംസുകളെല്ലാം പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫെബ്രുവരിയോട് കൂടെ ഇതിന്റെ എക്സാക്ട് ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ അത് ഫെബ്രുവരിയിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനുവരിയിലും ഫെബ്രുവരിയിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ വെച്ചിട്ട് മാർച്ചിലേക്ക് എക്സാംസിലേക്ക് പോകരുത്. കാരണം ഈ വർഷം കുറച്ചും കൂടി യൂണിവേഴ്സിറ്റീസുകളും കൂടി ആഡ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റീഷൻ ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം NFSU ഒക്കെ എയിം ചെയ്യുന്ന കുട്ടികൾ CUT എഴുതാതെ NFSU മാത്രം എയിം ചെയ്യുന്ന കുട്ടികളുണ്ട്. ഈ വർഷം എന്താണ് ആ NFSU എയിം ചെയ്യുന്ന കുട്ടികളും കൂടി നമ്മളെ CUTയുടെ ഭാഗമായിട്ട് എഴുതാണ്. അപ്പൊ അവര് കുറച്ചും കൂടി സ്കോഴ്സുകൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്കുകൾ എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഹൈ ആയിക്കൊണ്ട് വരുന്നുണ്ടാവും. നമ്മൾ ഈ വർഷത്തെ കട്ട് ഓഫിന്റെ രീതിയൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്യുന്നുണ്ടാവും അതിന്റെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ വെച്ചിട്ട്. ദെൻ നമ്മുടെ അപ്ലിക്കേഷൻ ഫീ. നമ്മുടെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 4 കാറ്റഗറിയിലൂടെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫീസുകൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി. ഈ ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ് ടു 2 കോഴ്സുകൾക്ക് വരെയുള്ള ഫീസാണ് ഈ 1400 എന്ന രൂപ ഉള്ളത്. ഈ 1400 രൂപ നിങ്ങൾക്ക് അപ് ടു 2 കോഴ്സ് വരെ അറ്റൻഡ് ചെയ്യാം. നിങ്ങളൊന്ന് സൈക്കോളജി ചൂസ് ചെയ്തു, അതുപോലെ തന്നെ നിങ്ങൾക്ക് MSW MBA അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡും കൂടി ഒന്ന് എക്സാം എഴുതി നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ ഫ്രീ ആണ് അപ്ലിക്കേഷൻ ഫീ എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ 2ൽ കൂടുതൽ കോഴ്സുകൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 700 റുപ്പീസ് ആണ് ജനറൽ കാറ്റഗറിക്ക്. ഇനി OBC അല്ലെങ്കിൽ ജനറൽ EWS കാറ്റഗറിക്ക് ആണെങ്കിൽ 1200 ആണ് അവർ അപ് ടു 2 കോഴ്സുകൾക്ക്. പിന്നീടുള്ള അഡീഷണൽ കോഴ്സുകൾക്ക് 600 റുപ്പീസ് ആണ്. നിങ്ങൾ സപ്പോസ് സൈക്കോളജി മാത്രമാണ് ചൂസ് ചെയ്യുന്നുണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സൈക്കോളജി മാത്രം ചൂസ് ചെയ്യുക. അതിനും 1400 തന്നെയാണ് ഫീസ് വരിക. ബാക്കിയൊക്കെ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അത് നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. ദെൻ SC ST കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് 1100. ദെൻ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 1000. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടാണ് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 7000 ആണ് നിങ്ങളുടെ ഫീസ് വരിക. നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഓൾമോസ്റ്റ് 80ഓളം കൺട്രീസുകളിൽ CUT PG എൻട്രൻസുകൾ നടക്കാറുണ്ട്. ഇനി നിങ്ങൾ ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾ ഒരു PG പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇന്റർനാഷണൽ സ്റ്റുഡൻസും അവിടെ ഉണ്ടാവാറുണ്ട്. അവർക്ക് അവിടെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ നമ്മുടെ എക്സാമിനേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വർഷം എങ്ങനെയാണോ എക്സാം നടന്നിരിക്കുന്നത് അതേ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഈ വർഷം. കഴിഞ്ഞ 3 വർഷത്തിലും 3 ചേഞ്ചസുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം യാതൊരു ചേഞ്ചസും ഉണ്ടായിട്ടില്ല. സെയിം കഴിഞ്ഞ വർഷത്തെ സെയിം സ്ട്രക്ചർ. 90 മിനിറ്റ്സ്, അതുപോലെ തന്നെ 75 ക്വസ്റ്റ്യൻസ്. 75 ക്വസ്റ്റ്യൻസുകളും നമ്മുടെ ഡൊമിനേറ്റ് സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഏതാണോ സബ്ജക്ട് ചൂസ് ചെയ്തത്, ഇപ്പൊ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ സൈക്കോളജിയിൽ നിന്നാണ് വരിക. അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീം വരുന്നത് പ്ലസ് 4 മാർക്ക് നമ്മൾ ഒരു റൈറ്റ് ആൻസറിന്, നെഗറ്റീവ് മാർക്ക് 1 മാർക്ക് നമ്മൾ ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് 75 ക്വസ്റ്റ്യനിൽ നിന്ന് നെഗറ്റീവ് മാർക്സ് വരിക. നിങ്ങൾ 75 ഏതൊക്കെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ അതൊക്കെ -1 ആയിട്ട് നമുക്ക് വരും. നമ്മൾ ഇതൊക്കെ ഓറിയന്റേഷൻ സെഷനിൽ ബ്രീഫ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന്റെ എലിജിബിൾ ആയിട്ട് വരിക. നമ്മൾ ഫൈനൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ റിസൾട്ട്സ് അപ്പിയറിംഗ് മാത്രം കൊടുത്താൽ മതിയാവും. നമ്മുടെ സൈക്കോളജിയുടെ സിലബസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സൈക്കോളജി സബ്ജക്റ്റുകളുടെ സെയിം ടോപ്പിക് ലിസ്റ്റ് തന്നെയാണ്. ഈ വർഷം യാതൊരു ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി,
അതുപോലെ തന്നെ സ്കൂൾ ഓഫ് സൈക്കോളജി, മൂന്നും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഏരിയസുകളിൽ നമ്മളെ ക്ലാസ്സുകളിലൊക്കെ നോട്ട്സുകളൊക്കെ അവൈലബിൾ ആണ്. ദെൻ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, നമ്മൾ ഫിസിയോളജിക്കൽ സൈക്കോളജി ആയിട്ട് മെറ്റീരിയൽസുകളും ക്ലാസ്സസും അവൈലബിൾ ആണ്. ദെൻ ലേണിംഗ്, മെമ്മറി, നമ്മൾ ഓൾറെഡി ഈ മന്ത് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്സുകളിൽ പെട്ടതാണ്. ദെൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, അതുപോലെ തന്നെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ സൈക്കോളജി. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പേപ്പേഴ്സുകൾ നിങ്ങൾ ലിസ്റ്റിൽ കാണുന്നുണ്ടാവില്ല. അതിലൊന്ന് റിസർച്ച് ആണ്. റിസർച്ച് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ സൈക്കോളജിയിൽ നിന്നായിട്ട് ചോദിക്കാറുണ്ട്, അതിന്റെ തിയറി പോർഷനുകൾ പോലെ ആയിട്ട്. അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജികളിലെ 1-2 ക്വസ്റ്റ്യൻസുകൾ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്, ചില സമയങ്ങളിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയറിന്റെ അണ്ടറിൽ വരുന്ന രീതിയിലേക്ക് സോഷ്യൽ സൈക്കോളജി ക്വസ്റ്റ്യൻസുകളും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ CUT PG സൈക്കോളജിയുടെ സിലബസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും നോട്ട്സ്, ക്ലാസ്, മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ എല്ലാം നമ്മൾ ആപ്പിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അതിന് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ജനുവരി മിഡോടെ കൂടെ തീർക്കുക. നമ്മൾ ഫെബ്രുവരി മന്ത് ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ സബ്ജക്റ്റിന്റെയും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നമ്മുടെ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓരോ സബ്ജക്റ്റിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ഫെബ്രുവരിയിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനുവരിയിൽ തന്നെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക്. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ എക്സാംസിന് എത്രത്തോളം ഉഷാറായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇമ്പോർട്ടൻസുകൾ ഇതിന് കൊടുക്കണം. കാരണം ഈ വർഷം മുതൽ എന്തായാലും കട്ട് ഓഫ്സുകൾ വളരെ ഹൈ തന്നെ ആയിരിക്കും ഉണ്ടാവും, ഈസി എക്സാം ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് നമുക്ക് കട്ട് ഓഫ്സുകൾ, മാർക്സുകൾ കൂട്ടി വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ വളരെ ഹൈ കട്ട് ഓഫ്സുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവല് ലോ ആവാൻ പാടില്ല. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ വെബ്സൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതിന്റെ വെബ്സൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം തന്നെ ഇതാണ് CUTയുടെ വെബ്സൈറ്റ്സുകൾ. ഇതിൽ ഇവിടെ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ഫോർ CUT PG 2026 എന്നുള്ളത് ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പേജിലേക്ക് പോകും. ഇവിടെ CUT PG 2026 രജിസ്ട്രേഷൻ എടുക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അതിൽ ലാംഗ്വേജ് നമ്മുടെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്റെ സൗണ്ട് കുറവാണോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഒരു മെസ്സേജ് കണ്ടു സൗണ്ട് കുറവാന്ന്. ഓക്കെ ആണോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? സൗണ്ട് ഓക്കെ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നമ്മൾ ഈ ഇതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡേറ്റ്സുകൾ, അതുപോലെ തന്നെ സിറ്റി ഇന്റിമേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഓരോ പേപ്പറിന്റെ സിലബസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് സെൽഫായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് ഇവിടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സും നമുക്കിവിടെ ഇത് നമ്മുടെ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസുകളാണ്. നമ്മൾ കേരളത്തിൽ ഏതൊക്കെ സെന്ററുകൾ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസുകളാണ്. നമുക്ക് എല്ലാ ജില്ലയിലും സെന്റേഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളുടെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഒന്ന് ഞാൻ വായിച്ചു നോക്കിയ സമയത്ത് ഈ വർഷം ചെറുതായിട്ട് ഇതിന്റെ ആഫ്റ്റർ റിസൾട്ട് കട്ട് ഓഫ് രീതികളും അതുപോലെ തന്നെ അലോട്ട്മെന്റ് സിസ്റ്റവും ചെറുതായിട്ടൊരു മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആഫ്റ്റർ എക്സാം റിസൾട്ടിന് ശേഷം നമുക്കൊന്ന് ഇരിക്കാം. കാരണം ഈ വർഷം കഴിഞ്ഞ വർഷം വരെ പേഴ്സൻറ്റൈൽ രീതിയിലല്ല റിസൾട്ട്സുകൾ വന്നിരിക്കുന്നത്, മാർക്ക് രീതിയിൽ തന്നെയാണ്. അപ്പൊ ഈ വർഷം പേഴ്സൻറ്റൈലിന്റെ ഡീറ്റെയിൽസുകളും അതിന്റെ ഫോർമുലാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്
കഴിഞ്ഞ ഒരു വർഷങ്ങളിലും ഇല്ലാത്തൊരു ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോബബ്ലി നിങ്ങളുടെ റിസൾട്ട്സുകൾ വരിക പെർസെന്റൈലിലോ അല്ലെങ്കിൽ റോസ് കോഴ്സുകളായിട്ടായിരിക്കും. അതിനുശേഷം നമുക്ക് പെർസെന്റൈലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ടാവും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തൊക്കെ അപ്പിയർ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ വെക്കാം. ഇനി നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റ്. ഈ കണ്ടിരിക്കുന്ന പേജാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ സ്റ്റെപ്സിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യുന്നത് നന്നാവും. ആദ്യം തന്നെ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യം അവർ വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്നുള്ളതാണ്. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് കൊടുക്കുക. ക്ലിക്ക് ഹിയർ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളെ ഡീറ്റെയിൽസ്, ബേസിക് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഡീറ്റെയിൽസുകൾ, ഗാർഡിയൻ നെയിം, മദർ നെയിം, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്, നമ്മൾ ഇതെല്ലാം ഒന്നുകൂടെ കൺഫേം ചെയ്യാണ് നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ. അതിനുശേഷം നമ്മളെ അഡ്രസ്സുകൾ നിങ്ങൾ പെർമനന്റ് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കാനുള്ള ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ സപ്പോസ് ഹോസ്റ്റലിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോ വീടെടുത്തിട്ട് തന്നെ നിങ്ങൾ കണ്ണൂരുള്ള ഒരു ആൾക്കാരാണ്, നിങ്ങളൊരു 4-5 വർഷമായിട്ട് കോഴിക്കോടാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ലെറ്റേഴ്സോ മെയിൽസുകളോ എന്തെങ്കിലും വരാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ താമസിക്കുന്ന ഏതാണ് അഡ്രസ്സ്, നിങ്ങളിപ്പോ 1-2-3 മാസത്തേക്ക് താൽക്കാലികമായിട്ട് താമസിക്കുന്ന അഡ്രസ്സ് അല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് കണക്ഷൻ കിട്ടുന്ന നിങ്ങളെ വീട് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ കൺഫേം ഇമെയിൽ. ഈ ഇമെയിൽ ഐ ഡി നിങ്ങൾ എന്താണോ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി അതാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ പല കുട്ടികളും ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് ഡ്രീം ഗേൾ ഐഷ @123 എന്നൊക്കെ കാണാം. ഞാൻ പല കുട്ടികളുടെയും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിന് ശേഷം റിസൾട്ട് നോക്കുന്ന സമയത്ത് അവരുടെ മെയിൽ ഐ ഡിക്ക് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയാണ് നിങ്ങളുടെ സ്വീറ്റ് ഗേൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മെയിൽ ഐ ഡി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ നിങ്ങളുടെ മാത്രം ഒരു നെയിമിൽ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അത് തന്നെ ഇനി കംപ്ലീറ്റ് നിങ്ങളുടെ ഇങ്ങനെയുള്ള പേർപ്പസുകൾക്ക് ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഈ സെയിം മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ പലയിടത്തും ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ കോളേജുകളിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി മെയിൽ ഐ ഡി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പേഴ്സണൽ മെയിൽ ഐ ഡി ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് പുതിയൊരു മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നന്നാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ. ഇതല്ലാതെ ഈ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലേക്കും മൊബൈൽ നമ്പറിലേക്കും നമുക്ക് OTP വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ OTP വരുന്ന ഡീറ്റെയിൽസ് തന്നെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ലോഗിൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പറിൽ OTP മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് വരുന്ന നമ്പറിൽ തന്നെ ആ നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. വീണ്ടും ഇതൊന്ന് നിങ്ങൾ സെയിം ആസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് അടിച്ചിരിക്കുന്നത് അത് തന്നെ ഇവിടെ വരും. പിന്നെ നമുക്ക് ഇവിടെ പാസ്വേഡ് ക്രിയേഷൻ ആണ്. പാസ്വേഡ് ക്രിയേഷൻ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഓർത്തിരിക്കുന്ന പാസ്വേഡ് തന്നെ കൊടുക്കുക. പല ആൾക്കാരും പല പാസ്വേഡുകൾ കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കേണ്ട രീതിയിലേക്ക് ആക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഓർത്ത് വെക്കുന്ന ഒരു പാസ്വേഡ് ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസുകളിലേക്ക് ഇനി ലോഗിൻ ചെയ്യാനുണ്ട്. അപ്പൊ ഈ സെയിം പാസ്വേഡ് തന്നെ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ നന്നാവും. അതിനുശേഷം ക്യാപ്ച അടിച്ചതിന് ശേഷം സബ്മിറ്റ് അടിക്കുക. ആ സബ്മിറ്റ് അടിച്ചതിന് ശേഷം നമ്മുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിനിൽ വരുന്നത് പോലെ നമുക്ക് ഇവിടെ ഒരു OTP വരും. ആ OTP സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും മെയിൽ ആയിട്ടും വരും. ഈ OTP അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നമ്മുടെ ഇതായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ID വെച്ചിട്ടാണ് നിങ്ങൾ ഇനി സ്ഥിരമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. ആ ടെക്സ്റ്റ് മെസ്സേജിൽ വെച്ചിട്ട് അതിനുശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇവിടെ ലോഗിൻ എന്നുള്ള ID കാണുന്നുണ്ടല്ലോ,
ഈ ലോഗിനിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ ആയിട്ടും വരും. ഈ ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ ഏതാണോ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത് അതും കൊടുത്ത് നമ്മളെ ക്യാപ്ച അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പേജിലേക്കാണ് നമ്മുടെ പ്രോസസ്സ് എത്തുക. ഇത് നമ്മൾ ലോഗിൻ ചെയ്ത് ഞാൻ ഏകദേശം എന്റെ നെയിം വെച്ചിട്ട് ഒരു റഫായിട്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫീ പേയ്മെന്റ് ചെയ്തിട്ടില്ല, അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഒരു ഓരോ സ്റ്റെപ്സുകൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമ്മളെ ഹോം പേജ് ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ടാവുക. അവിടെ ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഫോം അടിക്കുക. കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഫോം അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്യട്ടെ. യെസ്, അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ വരിക. അതിൽ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ അടിക്കുക. കണ്ടിന്യൂ ആപ്ലിക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇത്രയും സ്റ്റെപ്സുകൾ നമുക്ക് ഏകദേശം 11ഓളം ഡിഫറെന്റ് സ്റ്റെപ്സുകളിലേക്ക് കൂടിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഓരോന്നും നമ്മളെ ആദ്യത്തെ 4 സെക്ഷൻ വരുന്നത് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം വരെ ഈ രീതിയിൽ എല്ലാ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം പ്രോസസ്സ് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും അവസാനത്തെ ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഹലോ സ്റ്റുഡൻസ്, എന്റെ ലാപ്പ് എന്നുള്ളത് ഒന്ന് കട്ട് ആയതാണ്. 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്യും. യെസ്, കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നില്ലേ? നമ്മൾ ഇതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഓൾറെഡി നമ്മൾ അടിച്ചിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വരും. നമ്മൾ അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ക്യാപ്ച അടിക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ ഓരോന്നും അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രോസസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ഇവിടെ ഓൾറെഡി നേരത്തെ അടിച്ച ഡീറ്റെയിൽസുകൾ ഇവിടെ ഫില്ല് ചെയ്തിട്ട് വരും. ഇനി ഫില്ല് ചെയ്യാത്ത ഡീറ്റെയിൽസുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ കാറ്റഗറി എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഏതാണോ കാറ്റഗറിയിൽ വരുന്നത്, ഇത്രയും കാറ്റഗറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജനറൽ, ST, SC, EWS, OBC. OBC കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ OBC ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡു യു ഹാവ് എ വാലിഡ് ലൈവ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഓതറൈസ്ഡ് ഗവൺമെന്റ് ഓഫീസ്. നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്പർ. നമ്മൾ ഓരോ നമ്മളെ കാറ്റഗറി സർട്ടിഫിക്കറ്റിനും ഓരോ യുണീക്ക് ID ഉണ്ടാവും.
നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും. അതിന്റെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഏറ്റവും ടോപ്പിലോ അല്ലെങ്കിൽ ഏറ്റവും ബോട്ടമിലായിട്ടാണ് നമ്പർ ഉണ്ടാവുക. അതിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, കൊടുക്കുക. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എത്രയാണെന്ന് നോക്കുക. ചില സർട്ടിഫിക്കറ്റിന് 1 വർഷമാണ് വാലിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കൊടുക്കുന്നത് ഒരുപാട് വർഷം മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വാലിഡ് അല്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പിന്നീട് അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസുകൾ വരും. അപ്പൊ നമ്മൾ 1 വർഷത്തിനുള്ളിലുള്ള വാലിഡിറ്റി ഉള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എടുത്തിട്ട് 1 വർഷത്തിനുള്ളിലുള്ള വാലിഡിറ്റി ഉള്ള ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുത്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ജനുവരി 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ക്രിയേറ്റ് അല്ലെങ്കിൽ ഒന്നും കൂടെ എടുക്കേണ്ടതായിട്ടുള്ള റൂൾസുകൾ വരും. ഇവിടെ ഏതാണോ നമ്മളെ ഗവൺമെന്റ്, ഞാൻ ഇവിടെ റഫായിട്ട് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളാണ്. ആ സർട്ടിഫിക്കറ്റിന്റെ അണ്ടറിൽ ഏതാണോ ബോഡി, ആ ബോഡിയാണ് നിങ്ങൾ നെയിം കൊടുക്കേണ്ടത്. ഞാൻ കേരള ഗവൺമെന്റിന് റഫായിട്ട് എഴുതിയിട്ടുള്ളൂ, അതിൽ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്സുകളും കൂടാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസുകൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അക്ഷയയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെന്ററിൽ പോയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് NCCയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാവുന്നതാണ്. NCC കോട്ടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് കൊടുക്കുക. അതുപോലെ തന്നെ എക്സ് സർവീസ്മാന്റെ ആൾക്കാർ ആരെങ്കിലും അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി മൈഗ്രന്റ് ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റുഡൻസ് ആരും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നോ എന്നുള്ളത് കൊടുക്കുക. പിന്നെ ആനുവൽ ഇൻകം ഇവിടെ എത്രയാണോ നമ്മൾ 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം, 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം, അപ് ടു 1 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കാം, എത്രയാണോ നമ്മളെ എമൗണ്ട് അത് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എംപ്ലോയിഡ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ് യൂണിവേഴ്സിറ്റി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ദെൻ നമ്മൾ സ്പോർട്സ് കോട്ടയിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ടാവും. ഇവിടെ നോ എന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോ കൊടുത്തു പോവുക. ദെൻ ക്യാപ്ച അടിക്കുക, എൻ്റർ അടിക്കുക, നെക്സ്റ്റിലേക്ക് പോവുക, സേവ് നെക്സ്റ്റിലേക്ക് പോവുക. ദെൻ നമ്മൾ ഇവിടെ ഡിസബിലിറ്റി ഡീറ്റെയിൽസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിലുകളാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ഡിസബിൾ ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് വാലിഡ് ആയിട്ട് ഇവരുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിനിൽ പറയുന്ന ഡിസബിലിറ്റി വാലിഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി പ്രശ്നങ്ങൾ തന്നെ നമുക്ക് വേണം. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുത്ത് നമ്മൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ദെൻ ഇവിടെ ഐഡന്റിഫൈ ഡീറ്റെയിൽസുകൾ, ഇവിടെയാണ് നമ്മളെ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അത് നമ്മൾ ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ എങ്ങനെയാണെന്നുള്ളത് വരാം. അത് നമുക്ക് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മള് ഇതുപോലെ നമ്മൾ ഏതാണോ ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്, ഇവിടെ ആധാർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ആദ്യം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആധാർ കാർഡും മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചതിന് ശേഷം ക്യാപ്ചർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമ്മൾ ആധാർ കാർഡിലുള്ള ഫോട്ടോ വെച്ചിട്ട് തന്നെ നമ്മൾ ആധാർ കാർഡിന്റെ വെരിഫിക്കേഷൻ ഇവിടെ നടത്തുന്നുണ്ടാവും. നമ്മുടെ നെയിം, ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നതുപോലെ തന്നെ ഇവിടെ കാണാം. ഇവിടെ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമ്മൾ പ്ലേസ് എവിടെയാണ്, നമ്മളെ ഡീറ്റെയിൽസ് എന്താണ്, അതിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിലും വരിക. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോസസ്സ് വരുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ വേണം. അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ ലിങ്ക് ചെയ്ത നമ്പർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റെപ്സുകൾ കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആധാർ കാർഡായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം അക്ഷയയിൽ പോയിട്ട് ചെയ്യുക. അത് ഒരു 1 ഡേ എടുക്കുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രോസസ്സ് എന്തോ ഉള്ളൂ. ആകെ 5-10 മിനിറ്റോ ഉള്ളൂ. അത് അത്രയും ടൈം അതിനുള്ള സബ്മിറ്റ് ആവാനുള്ള സമയം ഉണ്ടെന്നുള്ളൂ. അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ആദ്യം നാളെ തന്നെ പോയി ചെയ്യുക. കാരണം ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് നമ്പർ മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ അത് ഫിസിക്കലായിട്ട് വേണമെന്നോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ട് വേണമെന്നോ ഇല്ല. അതിന്റെ ആധാർ കാർഡ് നമ്പർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ മാത്രമേ ഇവിടെ അടിക്കാനുണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നമുക്കിവിടെ
അബാർ ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അബാർ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ABC ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡി ഉണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകളൊക്കെ നമ്മൾ ഒരു ഒറ്റ വൺ വേ പ്ലാറ്റ്ഫോം ആണ് ഈ അബാർ ഐ ഡി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി. ഓൾറെഡി ABC ID ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ കോളേജ് പർപ്പസിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യെസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ID ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ആ ID നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഈ ഓൾറെഡി ABC ID ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അത് നമുക്ക് യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ പ്രോസസ്സിലോ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയ സമയത്തോ നിങ്ങൾക്ക് അത് വീണ്ടും ID ക്രിയേഷൻ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് വേറെ പുതുതായിട്ട് തന്നെ ചെയ്യാം. അതിൽ കാര്യമായിട്ട് വലിയ സ്റ്റെപ്സുകളൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൂടെ ഒരൊറ്റ കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ആക്കുന്ന രീതിയിലുള്ള ഒരു ID ക്രിയേഷൻ ആണ് ഈ അബാർ ID അല്ലെങ്കിൽ ABC ID എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇല്ല, ഓൾറെഡി ID ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോ എന്നുള്ളത് കൊടുത്താൽ മതി. അത് കമ്പൾസറി അല്ല നമ്മുടെ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ. അതുപോലെ തന്നെ ഇനി നമ്മുടെ എക്സാമിനേഷൻ സെന്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസുകൾ, എക്സാമിന്റെ പേപ്പേഴ്സുകളൊക്കെ ചൂസ് ചെയ്യുന്നതാണ്. നമ്മൾ സിമ്പിൾ ആണ്. ഇത് ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സെന്റർ ചൂസ് ചെയ്യാന്നുള്ളത്. നമുക്ക് 4 ചോയ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. നിങ്ങൾ ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷൻസുകളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അവർക്ക് ഇപ്പോൾ അത് 4 ഓപ്ഷൻസുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേരള ആണെന്നുണ്ടെങ്കിൽ കേരള കൊടുക്കുക. അതിൽ ഏതാണ് നമുക്ക് സെന്റർ വേണ്ടത്. നമുക്ക് ഓരോ ജില്ലയിലും സെന്റേഴ്സുകളുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും അവരവരെ ജില്ല തന്നെ സെന്റർ ആയിട്ട് കിട്ടാറുണ്ട്. സപ്പോസ് ആ സെന്ററിലേക്കാൾ കൂടുതൽ കുട്ടികൾ അവിടെ ആ സെന്ററിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സെന്ററുകളിൽ പോയിട്ട് അവർ തരുന്ന സെന്ററുകളിൽ പോയിട്ട് എഴുതേണ്ടി വരും. നിങ്ങളുടെ 4 നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻ തന്നെ കൊടുക്കുക. എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻസുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് പോവാൻ കൺവീനിയന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസുകൾ. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിന്റെ ഡേറ്റ്സുകളൊക്കെ അതുപോലെ തന്നെ എക്സാമിന്റെ സെന്റേഴ്സുകളൊക്കെ ഒരു 4-5 അല്ലെങ്കിൽ 1 വീക്ക് മുമ്പേ കിട്ടുള്ളൂ. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഹാൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ 1 വീക്ക് മുമ്പേ എക്സാമിന് മുമ്പ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ലോങ് ജേർണി വരുന്ന സെന്ററുകൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രെയിൻ ടിക്കറ്റ്സുകൾ കിട്ടാനോ ബസ് ടിക്കറ്റ്സുകൾ കിട്ടാനോ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുകൊണ്ട് മാക്സിമം നിങ്ങളെ നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടുക. സപ്പോസ് ഈ നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻസുകളൊക്കെ ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെന്റേഴ്സുകൾ ഈ നമ്മൾ ചൂസ് ചെയ്ത 4 സെന്ററുകളിലും ഓൾറെഡി ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓൾറെഡി ഒഴിവുള്ള സെന്ററുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ വളരെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുന്നത് നന്നാവും. അതിനുശേഷം നമ്മളെ പാരന്റ്സിന്റെ ഒക്യുപ്പേഷൻ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ. എന്താണെന്നുള്ളത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏതാണോ നിങ്ങളുടെ പാരന്റ്സിന്റെ ഗ്രാജുവേഷൻ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതിൽ എന്താണ് നിങ്ങളുടെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് അതൊന്നും അവിടെ കൊടുക്കുക. ദെൻ നമ്മുടെ ടെസ്റ്റ് പേപ്പർ ചൂസിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ് ടു 2 പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആണ്. അല്ലെങ്കിൽ ഫ്രീ മീൻസ് ആ 1400 ആണെങ്കിൽ ജനറൽ ആയിരിക്കും 1200 ആൾക്കാണെന്നുള്ളത്. ഇത് ഈ ഫീസാണ് വരിക. നമ്മൾ 2ൽ കൂടുതൽ കോഴ്സുകൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഇഷ്ടമുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾ എല്ലാം പോയിട്ട് സൈക്കോളജി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് കൂടും കേട്ടോ. നിങ്ങൾ ഒരു വട്ടം സൈക്കോളജി ചൂസ് ചെയ്താൽ മതി. ഇവിടെ ബാക്കിയുള്ള നിങ്ങൾ സൈക്കോളജി മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളത് കൊടുത്താൽ മതി. നിങ്ങൾ വട്ടേ നിങ്ങളൊരു ടെസ്റ്റ് പേപ്പർ ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ സൈക്കോളജി എന്നുള്ളത്. 4 വട്ടം പോയിട്ട് സൈക്കോളജി ചൂസ് ചെയ്യേണ്ട. 4 വട്ടം സൈക്കോളജി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OBC-കാരാണെന്നുണ്ടെങ്കിൽ 2400 രൂപയായിരിക്കും നിങ്ങളുടെ ഫീസ് വരിക. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഒരൊറ്റ വട്ടം ചൂസ് ചെയ്താൽ മതി. അങ്ങനെ ചൂസ് ചെയ്ത ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വട്ടം സെലക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളത് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ MBA-യുടെ ഒക്കെ എൻട്രൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജനറൽ എന്നുള്ള രീതിയിലുള്ള ഒരു എൻട്രൻസ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ BHU-ൽ ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ തന്നെ OB റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ സൈക്കോളജിയുടെ എൻട്രൻസ് അല്ല വരിക. നമുക്ക് അവിടെ വരുന്നത് MBA-യുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് വരിക. അതിന്റെ കോഡ് 11 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ്, ഈ 11ഓ 12ഓ അങ്ങനെ ഏതോ ഒന്നാണ്. 11 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഒരു എൻട്രൻസ് വഴിയാണ് അതിന്റെ
അഡ്മിഷൻ വരിക. അപ്പൊ അത് ആരെങ്കിലും OB താല്പര്യപ്പെടുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ BHUവിന്റെ അണ്ടറിൽ ഞാൻ ആ കോഴ്സ് കിട്ടുമെന്നുള്ളത് അതിന്റെ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. MPMIR എന്ന് പറഞ്ഞിട്ട്. ഇത് OB ഒക്കെ താല്പര്യമുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ തന്നെ വരുന്ന ഒരു കോഴ്സാണ്. ഇതിൽ നമുക്ക് ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഈ ജനറൽ ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് എഴുതുന്നത്. ഇതിന് അത്യാവശ്യം ഫീസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്ലേസ്മെന്റ് സപ്പോർട്ട്സുകളും അവിടെ ഇതിന് കൂടുതലാണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് IG-ന്ന് ഇതിനു മുമ്പ് ഒരു പ്രീവിയസ് സ്റ്റുഡന്റ് ഈ ഒരു കോഴ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് തരാനുള്ള സംവിധാനങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ CUT എക്സാമിന് പുറമെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവ്യൂ റൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഇതിനുശേഷം നമ്മളിവിടെ നമ്മളെ കോഴ്സുകൾ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചൂസ് ചെയ്യാം. രണ്ടല്ലാത്ത 3, 4 നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. ഇതിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഞാനിവിടെ ക്യാപ്ച അടിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്ത് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. നമ്മുടെ 10th പാസ് മാർക്ക് ആണ്, പാസ് ഇയർ, പാസിന്റെ മാർക്ക് ഞാൻ ഇതിൽ എല്ലാം റഫ് ആയിട്ടുള്ള കൊടുത്താണ് കേട്ടോ. നമ്മൾ പെർസെന്റേജ് അല്ല, CGPA ആണെന്നുണ്ടെങ്കിൽ CGPA കൊടുക്കുക. നിങ്ങളുടെയൊക്കെ നമ്മുടെ പെർസെന്റേജിലായിരിക്കും എന്നില്ല ചിലപ്പോൾ നമ്മുടെ മാർക്ക്. കാരണം നമുക്ക് എല്ലാവർക്കും A+A അങ്ങനെയുള്ള രീതിയിലേക്കാണ് ഉണ്ടാവുക. അതിൽ CGPA കൺവേർട്ടർ ഒക്കെ എളുപ്പമാണ്. ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം, എങ്ങനെയാണ് CGPAയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊന്ന് എത്രയാണ് നമ്മുടെ ടോട്ടൽ CGPA, നമുക്ക് എത്രയാണ് ഒപ്റ്റൈൻ CGPA എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്. ഈ റോൾ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നമ്പർ ആണ്. നിങ്ങൾ 10th ക്ലാസ്സിലുള്ള ഹോൾ ടിക്കറ്റ് നമ്പർ, അത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ ഉണ്ടാവും. അത് കൃത്യമായിട്ട് അത് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ആൻഡ് അഡ്രസ്സ്, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ സ്കൂളിന്റെ പേരും അതിന്റെ അഡ്രസ്സും. അഡ്രസ്സ് എന്ന് പറയുന്നത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ആ പ്ലേസും അതിന്റെ പിൻകോഡും മാത്രം കൊടുത്താലും മതിയാവും. ദെൻ നമ്മുടെ അടുത്ത 12th ആണ്. 12th അതേപോലെ തന്നെ നമുക്ക് പെർസെന്റേജിലാണ് മാർക്ക്. എല്ലാവർക്കും അറിയാം, നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടും. എത്രയാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത് ആ മാർക്സ് ഇവിടെ കൊടുക്കുക. അത് അവിടെയും റോൾ നമ്പർ, ഹോൾ ടിക്കറ്റ് നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ആൻഡ് അഡ്രസ്, ദെൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പിൻ കോഡ് അവിടെ കൊടുക്കാനുണ്ട്. അഡ്രസ്സിന്റെ അടുത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ലൊക്കേഷൻ എങ്കിലും കൊടുത്താൽ മതിയാവും. ദെൻ നമ്മുടെ ഗ്രാജുവേഷന്റെ ഡീറ്റെയിൽസിൽ അപ്പിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മളിവിടെ അപ്പിയറിംഗ് കൊടുക്കുക. നമ്മുടെ ഏത് വർഷമാണ് അപ്പിയറിംഗ് എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കഴിഞ്ഞ വർഷം നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സപ്ലി കൊണ്ട് നമ്മൾ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും അപ്പിയറിംഗ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്തല്ല കംപ്ലീറ്റഡ് എന്നുള്ളതല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം നമുക്ക് അതിന്റെ ഫുൾ മാർക്കാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ടാവുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പിയറിംഗ് കൊടുക്കുക. നമ്മളെ കോഴ്സ് ഏതാണ്, BSc ആണ്, BSc എന്നുള്ളത് കൊടുക്കുക. നമ്മളെ റിസൾട്ട് മോഡ് അവിടെ നമുക്ക് കാര്യമായിട്ട് സെലക്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് എന്താണ് ഇവിടെ അപ്പിയറിംഗ് ആയതുകൊണ്ട് തന്നെ. ദെൻ നമ്മൾ റോൾ നമ്പർ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ആൻഡ് അഡ്രസ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുക. നമ്മൾ ഏതാണോ കോളേജ്, യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഓട്ടോ സെലക്ഷൻ ആയിട്ട് തന്നെ വരുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഇവിടെ സെർച്ച് ചെയ്യുക, ഏതാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ്, കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്യാപ്ചർ അടിക്കുക. ഇതിലെല്ലാ ഡീറ്റെയിൽസുകളും ഒന്ന് മാക്സിമം ആക്യുറസി കൊണ്ടുവരാം. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ കാരണം സർട്ടിഫിക്കറ്റ് നമുക്ക് എവിടെയും സബ്മിറ്റ് ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം നല്ല മാർക്ക് കയറ്റിയിട്ടിടുക എന്നുള്ള രീതിയിൽ ഇടരുത് കേട്ടോ. കാരണം നമ്മൾ ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 10th-ന്റെയും 12th-ന്റെയും എല്ലാ സർട്ടിഫിക്കറ്റ്സും സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ക്രോസ് മാച്ച് എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടിലേക്കായി പോകും. നമ്മൾ അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്വിൻ ബ്രദറോ സിസ്റ്ററോ ആരോ ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ
ഇതിനു മുമ്പ് ഒരു ബാച്ചിൽ ഒരു ഇരട്ട കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ യെസ് കൊടുത്തതിന് ശേഷം ആ കുട്ടി ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡീറ്റെയിൽസുകളും കൊടുക്കാനുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ട്വിൻ ബ്രദേഴ്സോ ട്വിൻ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് നമുക്ക് പോവാം. ദെൻ നമ്മൾ ഒരു ലൈവ് ഫോട്ടോ ഇവിടെ ക്യാപ്ചർ ചെയ്യാനുള്ള വരുന്നുണ്ട്. നമ്മളൊരു ലൈവ് ഫോട്ടോ ഇവിടെ ഇതിന്റെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ നല്ല ക്യാമറയിൽ ക്ലിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഫോണിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോണിൽ ചെയ്യാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഒരു ഫോട്ടോ ലൈവായിട്ട് നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുണ്ടാവും. അതിനുശേഷം നമ്മൾ അത് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. അതിലും ക്യാപ്ച അടിക്കാനുണ്ടാവും. ക്യാപ്ച അടിച്ചതിന് ശേഷം പ്രൊസീഡിന് ശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സാധനമാണ് ഈ ഫോട്ടോന്റെ സൈസും അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ സൈസും. നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ കയ്യിൽ നല്ലൊരു ഹെവി സൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമേജ് ഇതുപോലുള്ള ഒരുപാട് വെബ്സൈറ്റ്സുകൾ അവൈലബിൾ ആണ് നമുക്ക് സൈസുകൾ കംപ്രസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഫോട്ടോന്റെ കാര്യങ്ങളൊക്കെ സൈസ് കുറച്ച് തരാൻ ഇവര് നിർദ്ദേശിക്കുന്ന സൈസിലേക്ക്, ഇതാണ് അവര് നിർദ്ദേശിക്കുന്ന സൈസിലേക്ക് അതിൽ കറക്റ്റ് നമ്മൾ ഇമേജ് ചൂസ് ചെയ്ത സമയത്ത് ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ 200 KB മാക്സിമം സൈസ് പറ്റുള്ളൂ. അതുപോലെ തന്നെ മിനിമം 10 KB എങ്കിലും വേണം. നമ്മൾ സിഗ്നേച്ചർ ആണെന്നുണ്ടെങ്കിൽ 10 KB നിന്ന് അതുപോലെ തന്നെ മാക്സിമം 50 KB പറ്റുള്ളൂ. അത് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ക്യാപ്ച അടിക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക. ദെൻ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് നമ്മൾ എല്ലാം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ ഫൈനൽ സബ്മിറ്റിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും ഒന്നും ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മളെ ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം നമ്മുടെ മൈ നെയിം കറക്റ്റ് ആണ്, കാറ്റഗറി കറക്റ്റ് ആണ്, ഡോക്യുമെന്റ്സുകൾ എല്ലാം അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആണ്, എല്ലാം അവർ വീണ്ടും ക്രോസ് വെരിഫൈ ആണ്, എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓരോന്നിനും നമ്മൾ ഇവിടെ ടിക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഫീ പേയ്മെന്റിലേക്ക് പോവുള്ളൂ. അതിനുശേഷം നമ്മൾ ഫൈനൽ പ്രൊസീജിയറിലേക്ക് പോവാണ്. ഇത് ഫീ പേയ്മെന്റിന് ശേഷം നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻസുകൾ ഈ പറഞ്ഞിരിക്കുന്ന കറക്ഷൻ വിൻഡോയിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അഥവാ പ്രിന്റ് ഡോക്യുമെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്യാൻ ഇനി പിന്നെ പറ്റില്ല. നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതില് നമ്മുടെ ഫൈനൽ സ്റ്റെപ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എഡിറ്റിംഗ് പോസിബിൾ അല്ല. അത് കറക്ഷൻ വിൻഡോയിൽ മാത്രമേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. കേൾക്കുന്നുണ്ടോ? ആർക്കും അൺമ്യൂട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്തോ? നമ്മള് വൈഫൈ സ്പീഡോ അല്ലെങ്കിൽ നിങ്ങൾ അവസാന ദിവസക്കാണ് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ ഒരുപാട് വട്ടം നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ വരും. കാരണം നമുക്ക് വീണ്ടും വീണ്ടും ഈ പേജിലേക്ക് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമ്മള് ഫീ പേയ്മെന്റ് പേജിലേക്ക് പോവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും അവസാന ദിവസം കാണുന്നുണ്ടെങ്കിൽ ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പൊ എന്തോ സൈറ്റ് ഞാൻ ഇമെയിൽ ID വെരിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് ആരതാണ് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ആയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യോ?
ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്യുക, പ്രൊസീഡ് പേയ്മെന്റ് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി മെയിൽ ഐ ഡി വെരിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഫീ പേയ്മെന്റിലാണ് പോവുക കേട്ടോ. ഇതിൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽസ് വന്നു. 1200 ആണ് നമ്മൾ, ഞാൻ ഒ ബി സി ആണ് കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് 1200. ഇതിൽ ഏതാണ് നമ്മൾ സിസ്റ്റം എടുക്കേണ്ടത് എന്നുള്ളത് നോക്കുക. ഇതിൽ യു പി ഐ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ യു പി ഐ എടുക്കാം. യു പി ഐ എടുത്തതിന് ഇപ്പൊ എസ് ബി ഐ എടുക്കുക. ഇതിൽ നിങ്ങളുടെ ബാങ്ക് അല്ല ചോദിക്കുന്നത് കേട്ടോ, അവർക്ക് പേയ്മെന്റ് അയക്കാനുള്ള ബാങ്കാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എനി ബാങ്ക് ആയാലും അത് പ്രശ്നമല്ല. പല ആൾക്കാർ എൻ്റെ അടുത്ത് എസ് ബി ഐ അക്കൗണ്ട് ഇല്ല സർ, ഐ സി ഐ സി ഇല്ല, കാനറ ഇല്ല, എൻ്റെ HDFC ആണെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അത് പ്രശ്നമല്ല. നമ്മൾ പ്രൊസീഡ് ടു പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവരുടെ എസ് ബി ഐയുടെ വിൻഡോ ആണ് വരിക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യു പി ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലെ, അപ്പൊ യു പി ഐ സെലക്ട് ചെയ്യുക. നമ്മുടെ യു പി ഐ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് QR കോഡ് ഉണ്ട്, UPI ID ഉണ്ട്. നമ്മൾ QR കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ QR കോഡ് വരും. ഈ ആരും QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യരുത് കേട്ടോ. സ്കാൻ ചെയ്ത് അപ്പോൾ പേയ്മെന്റിലേക്കാ പോവുക. പിന്നെ ഈ പേയ്മെന്റ് നമുക്ക് ഇവിടെ കാണിച്ചത് ഇതാ, ഇവിടെ 1200 പേ ചെയ്യാൻ വന്നിട്ടുണ്ടാവും. കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ, ഞാൻ എൻ്റെ ഫോണിൽ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുക, നമ്മുടെ പേയ്മെന്റ്സുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സബ്മിറ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ആപ്ലിക്കേഷൻസുകൾ പോകും. ഞാനിവിടെ പേയ്മെന്റ് നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് അതിന്റെ ഒരു നീഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ബാക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നു. നമ്മൾ പേയ്മെന്റ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. യെസ്, ഇത്രയും സ്റ്റെപ്സുകൾ തന്നെയാണുള്ളത്. ഇതിൽ കൊടുത്തിട്ടില്ല പേയ്മെന്റ് ശേഷമുള്ള. പിന്നെ നമുക്ക് ഇവിടെ വീണ്ടും നമ്മൾ ലോഗിൻ പേജിൽ പോയി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്താണ്. ഇവിടെ നമ്മൾ ഇനി പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നാണ് വരിക കേട്ടോ. ഈ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോസ് നിങ്ങളെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഫയല് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് പേ എക്സാമിനേഷൻ ഫീന് പകരം നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എന്നാണ് ഉണ്ടാവുക. അതും കൂടി ഒന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക, ഏതെങ്കിലും നെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം നമുക്ക് പിന്നീട് കറക്ഷൻ വിൻഡോന്റെ സമയത്ത് നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും പ്രോസസ്സാണ് നമ്മളെ CUT PG ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് ചെയ്യാനുണ്ടാവുക. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? ഇവിടെ എല്ലാവരും ഒന്ന്
ഒന്ന് ചോദിക്കാവോ? ഇനി എന്തെങ്കിലും Q&A ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എനി റിലേറ്റഡ്, എനി എക്സാം റിലേറ്റഡ് ആയാലും പ്രശ്നമില്ല. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചെറിയൊരു എറർ പറ്റിപ്പോയതാണ്. ഒരു മിസ്റ്റേക്സുകൾ വന്നുകൊണ്ടാണ് അത് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് കേട്ടോ. ഒരു ഫുൾ കംപ്ലീറ്റ് വീഡിയോ ഇതിന്റെ അതിന്റെ ആ സമയത്താണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എനിക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇത്തിരി ലേറ്റ് ആയി പോയത്. സർ 2 കോഴ്സ് ഇല്ലെങ്കിൽ 1200 ആവോ രജിസ്ട്രേഷൻ ഫീ? അത് തന്നെയാണ്. ഒരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, 2 കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ OBC-ക്കാർക്കാണെങ്കിൽ 1200 തന്നെയാണ്. നമുക്ക് ഒരു കോഴ്സ് ആണെന്ന് വെച്ചിട്ട് ഫീസിന്റെ എമൗണ്ട് കുറയില്ല. അതുപോലെ തന്നെ 2 കോഴ്സ് ആണെന്ന് വെച്ചിട്ട് ഫീസിന്റെ എമൗണ്ട് കൂടുമില്ല. എത്രയാണെന്നുണ്ടെങ്കിലും മിനിമം അഡ്മിഷൻ ഫീ ആണ് ഈ 1200. സർ ജനറൽ പേപ്പറിന്റെ കാര്യം കൂടി ഒന്ന് പറയാമോ? ജനറൽ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല, നേരെ സർട്ടിഫിക്കറ്റ് അവിടെ കാറ്റഗറി കൊടുക്കുന്നിടത്ത് ജനറൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫീസ് കൊടുക്കുന്ന സമയത്ത് 1400 ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇനി എക്സാമിന്റെ സമയത്ത് കട്ട് ഓഫ്സിലുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് ഞാനിന്ന് എക്സാമിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറൊരു സെഷൻ നമുക്ക് വെക്കുന്നുണ്ടാവും. സർ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇയേഴ്സ് കാണിക്കണോ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കനുള്ള ഫോട്ടോസുകൾ അവര് സ്വീകരിക്കാറുണ്ട്. പക്ഷെ മിക്കപ്പോഴും അതിന്റെ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ പറയാറുണ്ട്, മാക്സിമം നിങ്ങൾ ഇയേഴ്സ് കാണിച്ച ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാവും ബെറ്റർ. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് ഹാൾ ടിക്കറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാവും. ഇയേഴ്സ് ഉള്ള ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. NCL ഇല്ലാതെ OBC വെക്കാൻ പറ്റും? ഇല്ല. നമ്മൾ CUT എന്ന് പറയുന്നത് കേരളത്തിനുള്ള പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും അക്സെപ്റ്റ് ചെയ്യുന്നത്. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നോൺ ക്രിമിലിയർ കമ്പൾസറി ആണ്. OBC മാത്രമായിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവർ സ്വീകരിക്കില്ല. അവരെ ജനറൽ കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ OBC NCL അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെയാണ് EWSന്റെ കേസിലും. EWS വേണ്ടത് സെൻട്രൽ EWS ആണ്. സ്റ്റേറ്റ് EWS CUT-ക്കാർ സ്വീകരിക്കില്ല. എനി മോർ ഡൗട്ട്സ്? അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാട്ടോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. എല്ലാം ക്ലിയർ ആയിരുന്നോ? ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയിരുന്നോ? സ്റ്റെപ്സുകളൊക്കെ കാണിച്ചത് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സർ CUT അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഒന്ന് ഡേറ്റ് വന്നിട്ടുണ്ടോ? ആസ് ഓഫ് നോ ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. CUT അല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുകൾ ഇനി ഇപ്പോൾ വിളിച്ചു തുടങ്ങും. മണിപ്പാൽ വിളിക്കും, അതുപോലെ തന്നെ ക്രൈസ്റ്റ് വിളിക്കും. അതിന്റെയൊക്കെ ഡീറ്റെയിൽസുകൾ അയച്ചുതരാം കേട്ടോ. ക്രൈസ്റ്റ് ഒക്കെ വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ JSS വിളിക്കാനുള്ള സമയമായിട്ടുണ്ടാവും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുകളാണ് ഇനീഷ്യലി വിളിക്കുക. ബാക്കി CUT അല്ലാതെ സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസുകളൊന്നും കാര്യമായിട്ട് ആരും വിളിച്ചിട്ടില്ല. ഇപ്പൊ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റീസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോബബിലി മാർച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ മാർച്ചിൽ തന്നെയായിരിക്കും CUT എക്സാംസുകൾ. അതിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല. അപ്പോൾ ആരും ഇനി നമ്മുടെ ഒരുപാട് കുട്ടികളുള്ള ക്ലാസ് ഗ്രൂപ്പാണ് നമ്മളത്. എന്നിട്ടും ഇപ്പോഴും നമ്മൾ ആ സീരിയസോട് കൂടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് പിന്നീട് ഉണ്ടാവും. അപ്പൊ ഇനിയും നമ്മൾ ശക്തമായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയേ പറ്റുള്ളൂ. നിങ്ങൾ ജനുവരിയോട് കൂടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ മെറ്റീരിയൽസുകൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ അത് വായിച്ച് തീർത്തേ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ എനിക്ക് 3-4 കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ 5th സെമ്മിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു സർ എന്ന് പറഞ്ഞിട്ട്. നല്ല മാർക്സ് ഇല്ല. അപ്പൊ എല്ലാവരും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു 5th സെം? നമ്മുടെ മെറ്റീരിയൽസും ക്ലാസ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന് ചേഞ്ചസ് ഉണ്ടായിരുന്നോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാമോ? എനിവൺ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 5th സെം കോഴ്സുകൾ? ആർക്കെങ്കിലും ബാക്ക് പേപ്പർ ഉണ്ടോ 5th സെമ്മിൽ? സർ ഞാന് ഡെവലപ്മെന്റൽ സൈക്കോളജി മാത്രം ഇതിനു മുന്നേ കേട്ടില്ലായിരുന്നു. അപ്പോ എക്സാം 5th സെം എക്സാമിന് നല്ല യൂസ്ഫുൾ ആയി ഉണ്ടായിരുന്നു ആ ഒരു ക്ലാസ് എല്ലാം. അത് കേട്ടില്ലായിരുന്നു, പക്ഷെ അത് മാത്രമാണെങ്കിൽ പോലും നല്ല യൂസ്ഫുൾ ആയി ഉണ്ടായിരുന്നു. നല്ല മാർക്കും ഉണ്ട്. നല്ല മാർക്കുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6th സെമ്മിൽ നമ്മുടെ പേപ്പേഴ്സുകൾ ഒരുപാട് കിടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനും ഇതുപോലെ സെയിം കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുക. വളരെ യൂസ്ഫുൾ ആവും. അത് 100% വേറെ ആർക്കെങ്കിലും ഇപ്പൊ ഫെബിനാണ് പറഞ്ഞെന്ന് തോന്നുന്നു.
വേറെ എനിവൺ, വേറെ ആർക്കെങ്കിലും ഇതുപോലെ പറയാൻ? അതുപോലെ ഇതുപോലെ പറയാടോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എനിക്കും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, അബ്നോർമൽ ആയാലും അല്ലാതും. അല്ലാതെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കോറൊക്കെ മാറ്റം ഉണ്ടായിരുന്നോ? 4th സെമ്മിലും 5th ആ സെമ്മിലും കമ്പയർ? 4th വരെയുള്ളതിനാട്ടും മാർക്ക് ഉണ്ടായിരുന്നു 5th. 5th കുറെ ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ബാക്കിയുള്ളവരൊക്കെയോ? അനന്യ, അമയ, അജിത, അജിഷ, ഹർഷ, നിങ്ങൾക്കൊക്കെയോ? പേര് വിളിക്കാൻ തുടങ്ങിയപ്പോ എല്ലാരും ലെഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. സൈക്കോളജി നല്ലതായിരുന്നു, ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റി. ഇതന്നെയാണ് നിങ്ങളടുത്ത് നമ്മൾ ഡേ 1 മുതൽ നിങ്ങളടുത്ത് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്ത് പഠിക്കുക. ഇനി നിങ്ങൾക്ക് 6th സെമ്മിന്റെ കിടക്കുന്നുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ പേപ്പേഴ്സുകളാണ്. നമ്മൾ OB ആണെങ്കിൽ OBന്റെ ക്ലാസ്സസ് അതിൽ ഇട്ടിട്ടുണ്ട്. സോഷ്യൽ സൈക്കോളജി ഉണ്ട്. അബ്നോർമലിന്റെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടൊക്കെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അതിന്റെ എല്ലാ മെറ്റീരിയൽസും ക്ലാസ്സുകളും നമ്മൾ അബ്നോർമൽ ടോപ്പിക്സുകളിലുണ്ട്. അപ്പൊ ഇതൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങൾ എന്തായാലും എഫേർട്സുകൾ ഇടുന്നുണ്ട്. ആ എഫേർട്സുകൾ രണ്ടിനും കൂടി ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ കരിയറിന് ബെനിഫിറ്റ്സുകൾ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ മോസിനൊക്കെ പറയുന്നത് പോലെ കണ്ടന്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള എൻട്രൻസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ സംബന്ധിച്ചതായിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ എല്ലാവർക്കും? സെഷൻ ഉപകാരപ്പെട്ടുവോ? ഉപകാരപ്പെട്ടുവോ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമ്മുടെ കുറച്ച് ക്ലാസ്സുകളുടെ സെഷൻസുകൾ ഈ വീക്കിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ വെക്കേഷൻ ആണല്ലോ. അപ്പൊ ഈ വെക്കേഷനിലൊക്കെ എനിക്കറിയാം ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല ആൾക്കാരുടെയും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാം. എന്നാലും നിങ്ങൾ മാക്സിമം ആക്ടിവിറ്റീസുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇതുവരെ റിമൈനിങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു തീർക്കുക. കാരണം നമുക്ക് ഇനി 2-3 ടോപ്പിക്കും കൂടെ നമുക്ക് CUT-യുടെ ഭാഗമായിട്ടുള്ള ടോപ്പിക്സുകൾ തീരാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫെബ്രുവരി മന്ത് അടിപൊളിയായിട്ട് നമുക്ക് റിവിഷൻ ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, ഒരുപാട് നമുക്ക് പേപ്പേഴ്സുകൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. എന്നാൽ മാത്രം മതി. എനിക്ക് ഫുൾ കോൺഫിഡൻസ് നിങ്ങളുടെ മുകളിലുണ്ട്. കാരണം നിങ്ങൾ വീക്ക്ലി ടെസ്റ്റുകളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും സ്കോഴ്സുകൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടുണ്ട്. നമ്മളിപ്പോ ഗ്രൂപ്പിലേക്ക് ഇടുന്നില്ല എന്നുള്ളൂ, അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റി അഡ്മിഷനിലേക്ക് പോവാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇനി അപ്ലിക്കേഷൻ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ വിളിക്കാട്ടോ. ചിലപ്പോൾ മെസ്സേജ് ഞാൻ കാണണമെന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ഫോൺ വിളിക്കുക. സർ, ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാനും അത് അസിസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എന്തായാലും തീർച്ചയായിട്ടും ചെയ്തു തരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തെങ്കിലും ഹലോ സർ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടാവോ? വേറെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ആൻസർ കീ പോലല്ലേ? അത് ഓൾറെഡി CUT-യുടെ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഓൾറെഡി 2022, 23, 24 നിങ്ങൾക്ക് സോർട്ട് ചെയ്തോട്ട് അതിന്റെ ഫുൾ പണിപ്പുരയിലാണ് ഉള്ളത്. അത് നമ്മൾ ഫെബ്രുവരിയോട് കൂടെ തരും. ബാക്കിയുള്ള റിമൈനിങ് ഇയേഴ്സിന്റെ ഫുൾ സോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ തന്നെ ആയിട്ട് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു തരാനാണ് പ്ലാൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് സോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ എനി ഡൗട്ട്സ്? ഇല്ലല്ലോ. അങ്ങനെയാണ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു.